ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെ ഉമ്മാന്റെ ഉപ്പാന്റെ തീരുമാനങ്ങൾ നോക്കണ്ട. നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും തോന്നണുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്തോ. എന്താ തോന്നണോ അതുപോലെ ചെയ്തോ. ഇല്ലാണ്ട് അവര് എല്ലായ്പ്പോഴും എല്ലാ പ്രവാസികളുടെയും ഒരു സങ്കടമാണ് ഈ പോവാനാകുമ്പോഴുള്ള ഈ ഒരു വിഷമം, ടിക്കറ്റ് എടുക്കുന്ന സമയമാകുമ്പോൾ ഒരു വിഷമം, പിന്നെന്താ ദിവസം അടുക്കും തോറും ഉള്ള ഒരു വിഷമം ഒക്കെ പ്രവാസികൾക്ക് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഇടയിലാണ് ഇങ്ങനത്തെ തീരുമാനങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒക്കെ ഈ പ്രവാസികൾക്ക് പറഞ്ഞിട്ടുള്ളത്. എന്താ ചെയ്യാന്നൊരു കുറ്റം. നിങ്ങൾ ആ ടിക്കറ്റുകാരുടെ അടുത്ത് വേണ്ടെന്ന് പറയും. കുറച്ച് ദിവസം ഇവിടെ നിൽക്കാലോ, കുറച്ച് കാലം. ആരെന്ത് പറഞ്ഞാലും എന്റെ നല്ലതിനല്ലേ പറയണത്. ഉമ്മയായാലും ആരായാലും എന്റെ നല്ലതിനല്ലേ, എന്റെ മോശത്തിന് ആരൊന്നും പറയില്ലല്ലോ. ഞാനൊരു 2 കൊല്ലം പോയി നിന്നിട്ടേ, 2 കൊല്ലം കൂടി പോയി നിന്നിട്ട് വരാം. അതാ നല്ലതെന്ന് തോന്നുന്നു. ഇല്ല, എനിക്ക് എന്ത് ചെയ്യണം എന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അതിനെല്ലാം ഞാൻ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? പണ്ടത്തെ പോലെ കൂലി പണിക്ക് പോവാൻ. അവിടെയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം മാസം ശമ്പളമാണ്. 2 കൊല്ലം കൂടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാം. ഇപ്പൊ ഞാൻ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ തൊട്ട് ഞാൻ കൂലിപ്പണിക്ക് ഇറങ്ങും. കാരണം എൻ്റെ വേറെ പൈസ ഒന്നുമില്ല. ഉമ്മ പറഞ്ഞ പോലെ എന്റേതിനായിട്ട് ഞാൻ ഒന്നും മാറ്റി വെച്ചിട്ടില്ലല്ലോ. ഉമ്മ പറഞ്ഞ പോലെ 2 കൊല്ലം കൂടി നിന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി. ഞാനതന്നെ നിങ്ങളെ ഇഷ്ടം പോലെ എന്താ ചെയ്തു. ഞാന് നിൽക്കൊന്നും പറയണില്ല, പോണ്ടെന്നും പറയണില്ല. എന്താ ഇക്കാക്ക് തോന്നുന്ന പോലെ ചെയ്തോളി, കുഴപ്പമൊന്നുമില്ല. ഉമ്മ പറയണേലും കാര്യമുണ്ട്. നമ്മള് നിക്കണേലും എന്ത് ചെയ്യാനും നമ്മളതിലൊന്നുമില്ല. പിന്നെ പണ്ട് എന്തെങ്കിലുമൊക്കെ തിരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചിലപ്പോ ഒന്ന് ഫെയിൽ ആയാലോ. അതാ ഞാൻ പറയണത്, സ്വന്തമായിട്ട് കയ്യിൽ പൈസ ഉണ്ടാക്കി എന്തെങ്കിലും ബിസിനസ് ചെയ്യും. പിന്നെ ടിക്കറ്റിന്റെ അടുത്ത് പറഞ്ഞൊരിടത്ത് ടിക്കറ്റ് എടുത്ത് അയക്കാൻ പറയാം. എന്തായാലും പോണ കാര്യം തീരുമാനമായിട്ട്. ശരി, അങ്ങനെ ചെയ്തോളി.